നമസ്കാരം. മലയാളികളുടെ പ്രിയങ്കരനാണ് ദിലീപ്. ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു ദിലീപ്. എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന കാര്യമായ ഹിറ്റുകളൊന്നും സിനിമയിലില്ല. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെ തിരിഞ്ഞത്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത്. ഇപ്പോഴും നടി കേസിന് പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിലീപ്. എങ്കിലും നടന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. ദിലീപിനെ പോലെ തന്നെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനാണ് നടൻ പൃഥ്വിരാജും. 20-ാം വയസ്സിൽ മലയാള സിനിമയിൽ അരങ്ങേറിയ പൃഥ്വിരാജ് ഇന്ന് മലയാള സിനിമയിൽ കൈവയ്ക്കാത്ത മേഖലകളില്ല. നടനായും ഗായകനായും സംവിധായകനായും നിർമ്മാതാവുമായുമെല്ലാം തിളങ്ങി നിൽക്കുകയാണ് താരം. പൃഥ്വിരാജിന്റെ വളർച്ച തടയാൻ ദിലീപ് ശ്രമിക്കുന്നുവെന്ന ആരോപണങ്ങൾ ഒരു കാലത്ത് ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ദിലീപും പൃഥ്വിരാജും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന ചോദ്യവും ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. ഒരു പ്രമുഖ സിനിമ ആസ്വാദക ഗ്രൂപ്പിൽ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പാണ് ചർച്ചകൾ വീണ്ടും തുടക്കം കുറിച്ചിരിക്കുന്നത്. ഉബൈദ് എന്ന വ്യക്തിയുടേതാണ് കുറിപ്പ്. ജനപ്രിയ താരങ്ങളാണ് രണ്ടാളും. പേരിനൊരു മൾട്ടി സ്റ്റാർ മൂവിയിലല്ലാതെ ഒരു സിനിമയിലും ഇവർ ഒന്നിച്ചിട്ടില്ല. ശരിക്കും ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദിലീപിന്റെ ഇഷ്യൂ വരുന്നതിന് മുമ്പത്തെ അവസ്ഥയും സെയിം തന്നെയാണ്. മലയാളത്തിൽ ഏകദേശം എല്ലാ താരങ്ങളുമായി ഒന്നിച്ച് സിനിമ ചെയ്ത ദിലീപ് പൃഥ്വിയുമായി ഒരൊറ്റ മൂവി പോലും ഇല്ലാത്തത് എന്താ എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്നാണ് ഉബൈദ് കുറിച്ചത്. മാക്ടയിൽ രൂപപ്പെട്ട പ്രശ്നവുമായി ഇരുവരുടെയും അകൽച്ചയ്ക്ക് ബന്ധമുണ്ടെന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. തുളസിദാസ് പടത്തിന് വേണ്ടി ദിലീപ് അഡ്വാൻസ് വാങ്ങുകയും പിന്നീട് ഡേറ്റ് നീട്ടുകയും ഒടുവിൽ പടം തന്നെ ഡ്രോപ്പ് ആവുകയും ചെയ്തു. ഈ സമയത്താണ് വിനയന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന മാക്ട് അഡ്വാൻസ് വാങ്ങുന്ന നടന്മാർ എഗ്രിമെന്റിൽ ഒപ്പിടണമെന്ന് പറയുന്നത്. അതിനെ അനുകൂലിച്ച ചുരുക്കം നടന്മാരിൽ ഒരാളാണ് പൃഥ്വിരാജ്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് അപ്രഖ്യാപിത വിലക്ക് വരുന്നത്. പിന്നീട് വിനയന്റെ സത്യം, അത്ഭുതദ്വീപ് എന്ന ചിത്രങ്ങളിൽ അഭിനയിച്ചു പൃഥ്വിരാജ് തിരിച്ചു വന്നെങ്കിലും ഇതും ചില പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ടെന്നാണ് സിനിമ ലോകത്തെ ചില സംസാരങ്ങൾ. അതേസമയം പൃഥ്വിരാജിനെ തകർക്കാൻ ശ്രമിച്ചവരുടെ കൂട്ടത്തിൽ ദിലീപ് ഇല്ലായിരുന്നുവെന്ന് മല്ലിക സുകുമാരൻ നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു. പൃഥ്വിരാജിനെ മുളയിലെ നുള്ളിക്കളയാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. 1-2 പേർ അതിന് പിന്നിലുണ്ടായിരുന്നു. ആവശ്യമില്ലാതെ ദിലീപിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദിലീപ് പൃഥ്വിരാജിന്റെ നേർക്ക് പരസ്യമായി എന്തെങ്കിലും ചെയ്തതായി താൻ കണ്ടിട്ടില്ല. രഹസ്യമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് തനിക്ക് അന്വേഷിക്കേണ്ട കാര്യവുമില്ല. രഹസ്യമായിട്ടാണെങ്കിൽ ഒരുപാട് പേർ ചെയ്ത് കാണണം. പരസ്യമായി രാജുവിനെ എതിർക്കണം എന്നൊരു സംഘം തീരുമാനിച്ചു. ഇതൊക്കെ ആർക്ക് മനസ്സിലായില്ലെങ്കിലും മല്ലിക ചേച്ചിക്ക് മനസ്സിലാകുമെന്ന് അവരും കൂടെ വിചാരിക്കണമായിരുന്നു. എന്തിനാണ് അവനോട് ഇത്ര ദേഷ്യമെന്നും അവൻ അത്ര വലിയ താരമൊന്നുമല്ലല്ലോ എന്നും തോന്നിയിരുന്നു. അന്നൊരു കരാറിൽ ഒപ്പിട്ടതായിരുന്നു പ്രശ്നം. ഇന്ന് ഒപ്പിടാതെ അഭിനയിക്കാനാവില്ലെന്നാണ് മല്ലിക സുകുമാരൻ പറഞ്ഞിരുന്നത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.